ഹലോ മക്കളെ, നമ്മളിപ്പോൾ സോൾട്ട് അനാലിസിസിൽ ആനയോടെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ കൺഫോമേറ്ററി ഒക്കെ ചെയ്തിട്ടുണ്ട്, കാർബണേറ്റ് അസറ്റേറ്റിനൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിയാൽ മതി. അടുത്ത നമുക്ക് നോക്കാനുള്ള ആരാന്ന് വെച്ചാൽ സൾഫേറ്റിനെ പറ്റിയാണ്. ഓക്കെ, സൾഫേറ്റ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി എനിക്ക് വാച്ച് ക്ലാസ്സിൽ ഞാൻ ആരെ എടുത്തിട്ടുണ്ട്, നമ്മളൊരു സൾഫേറ്റിന് ഒരു സോൾട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഫസ്റ്റ് ടെസ്റ്റ് ട്യൂബ് എടുത്ത് നല്ലപോലെ ഒന്ന് വാഷ് ചെയ്തു. ഓക്കെ, നല്ലപോലെ ഒന്ന് വാഷ് ചെയ്തു. യെസ്, ഇവിടെ വാഷ് ചെയ്തിട്ട് അടുത്തേക്ക് ഇതിലേക്ക് എന്ത് ചെയ്യുക, ഇതിലേക്ക് ഞാൻ കുറച്ച് മക്കളെ കുറച്ച് സോൾട്ട് എടുത്തിട്ടു. യെസ്, സോൾട്ട് കുറച്ച് എടുത്തിട്ടു. ഈ സോൾട്ടിലേക്ക് ഞാൻ ആരെ ആഡ് ചെയ്യുക, ബേരിയം ക്ലോറൈഡിനെ ആഡ് ചെയ്യുക. സോൾട്ടിലേക്ക് ആരെ ആഡ് ചെയ്യണം മക്കളെ, ബേരിയം ക്ലോറൈഡിനെ ആഡ് ചെയ്യുക. ഓക്കെ, ഞാൻ ബേരിയം ക്ലോറൈഡിനെ ആഡ് ചെയ്തു. ഇതിലേക്ക് ഇങ്ങനെ ഇപ്പം എന്ത് ചെയ്തു, ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടി. യെസ്, ഒരു വൈറ്റ് PPT പോലെ ഇതിപ്പുണ്ട്. ഇതിലേക്ക് ഞാൻ എന്ത് ചെയ്തു, കുറച്ച് ഡയലൂട്ട് HCl ആഡ് ചെയ്തു. ആരെ ആഡ് ചെയ്തു, ഡയലൂട്ട് HCl. മക്കളെ, ഡയലൂട്ട് HCl ആഡ് ചെയ്തപ്പോഴും എന്ത് ചെയ്തില്ല, ഈ PPTയിൽ ഒരു മാറ്റം വന്നില്ല. യെസ് അല്ലേ, ഈ PPTയിൽ മാറ്റം വന്നില്ല. അതിനർത്ഥം നമ്മുടെ ഇതിനകത്തുള്ള ഒരു ഐഡന്റിറ്റി സാധ്യത ആരാന്ന് ചോദിച്ചാൽ നമ്മുടെ ഇതിനകത്ത് ആരുണ്ട്, നമ്മുടെ സൾഫേറ്റിൻ്റെ ഒരു ആനയോൺ പ്രസൻ്റ് ആണ് എന്നർത്ഥം. അപ്പം ജസ്റ്റ് നമുക്കിത് കാർബണേറ്റ് ആയിട്ട് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. സൾഫേറ്റും കാർബണേറ്റും എന്താ ചെയ്തേ, സൾഫേറ്റ് ആണെങ്കിലും കാർബണേറ്റ് ആണെങ്കിലും നമ്മൾ ബേരിയം ക്ലോറൈഡ് ഒഴിച്ചിട്ട്, ആരെ ഒഴിച്ചിട്ട്, യെസ്, സോൾട്ട് സൊല്യൂഷനിലേക്ക് ബേരിയം ക്ലോറൈഡ് ഒഴിച്ചിട്ട് അത് ഒക്കെ ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടും, സൊല്യൂബിൾ. എന്നിട്ട് അതിലേക്ക് നമ്മൾ ആരെ ഒഴിക്കും, ഡയലൂട്ട് HCl ഒഴിക്കും. ഡയലൂട്ട് HCl ഒഴിക്കുമ്പോൾ അത് സൊല്യൂബിൾ ആണെങ്കിൽ മക്കളെ നമുക്ക് പറയാം അത് കാർബണേറ്റ് ആണ്. സൊല്യൂബിൾ അല്ലെങ്കിൽ നമുക്ക് പറയാം അതൊരു സൾഫേറ്റ് ആണ്. അതൊരു ട്രിക്കാന്ന് മാത്രം നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, ദെൻ നമുക്കിതിനെ കൺഫർമേറ്ററി ചെയ്യാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരു ടെസ്റ്റ് ട്യൂബ് എടുത്തു. ടെസ്റ്റ് ട്യൂബിനെ ആദ്യം വാഷ് ചെയ്തു. യെസ്, വാഷ് ചെയ്തു. എന്നിട്ട് ഇതിലേക്ക് മക്കളെ ഞാൻ ആരെ ഇട്ടു, ഇതിലേക്ക് ഞാൻ കുറച്ച് സോൾട്ട് എടുത്തു. യെസ്, നമ്മുടെ വാച്ച് ഗ്ലാസ്സിലുള്ള സോൾട്ട് എടുത്തു. യെസ്, ഈ സോൾട്ടിലേക്ക് ഞാൻ ആരെ ഒഴിച്ചു, കുറച്ച് സോൾട്ട് സൊല്യൂഷൻ മേക്ക് ചെയ്തു. ഇതിലേക്ക് ഞാൻ രണ്ടാൾക്കാരെ ഇടുന്നു. ആദ്യം ഞാൻ അസറ്റിക് ആസിഡിനെ എടുക്കുന്നു. ആരെ എടുക്കുന്നു, യെസ്, അസറ്റിക് ആസിഡിനെ എടുക്കുന്നു. അസറ്റിക് ആസിഡിനെ ആഡ് ചെയ്തു. യെസ്, അസറ്റിക് ആസിഡിനെ ആഡ് ചെയ്തു. അതിനോടൊപ്പം തന്നെ അസറ്റിക് ആസിഡിനോടൊപ്പം തന്നെ നമ്മൾ ഒരാളെയും കൂടെ ആഡ് ചെയ്തു. അതായത് നമ്മുടെ ലെഡ് അസറ്റേറ്റിനെ ആരെ ആഡ് ചെയ്തു, ലെഡ് അസറ്റേറ്റിനെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ആരെ കിട്ടും, ഒരു വൈറ്റ് PPT കിട്ടിയാൽ, ഒരു വൈറ്റ് PPT ഇങ്ങനെ ഒരു വൈറ്റ് PPT കിട്ടുവാണെങ്കിൽ മക്കളെ നമുക്ക് എന്ത് കൺഫേം ചെയ്യാം, നമ്മളെടുത്ത സോൾട്ടിൽ ആരുണ്ടായിരുന്നു, സൾഫേറ്റ് എന്ന് പറയുന്ന ഒരു ആനയോൺ ഉണ്ടായിരുന്നു. നമുക്ക് കൺഫേം ചെയ്യാം. ഓക്കെ, ഇനി ഇതിൻ്റെ ബാക്കിയായിട്ട് അടുത്ത വീഡിയോസ് ഒക്കെ വരുന്നതാണ്. എല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ എന്ത് ചെയ്യുക മക്കളെ, ഷെയർ ചെയ്ത് കൊടുക്കുക.